ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയും ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. നമുക്കിത് യോഗയിലൂടെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. റെഗുലറായി അർദ്ധമച്ഛുന്ദ്രാസന പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് റീജിയൻ മാക്സിമം ട്വിസ്റ്റ് ചെയ്യുന്നു രണ്ട് സൈഡുകളിലും. ഇത് നമ്മുടെ വേസ്റ്റ് റീജിയനിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റിൻ്റെ മൊബിലൈസേഷന് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ പാൻക്രിയാസിനെയും അല്ലെങ്കിൽ അബ്ഡോമിനൽ ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ്റെ സെക്രേഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ആദ്യം സ്ഥിതി പോസിലായിരിക്കുക. നട്ടിൽ നിവർത്തി കാലുകൾ മുന്നോട്ട് നീക്കി വെച്ചുകൊണ്ട് റിലാക്സ്ഡ് മാനറിൽ ഇരിക്കുക. വളരെ സാവധാനം വലത് കാല് ഉയർത്തി പതുക്കെ ഇടത് കാലിൻ്റെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. വളരെ പതുക്കെ തന്നെ വലത് കൈ പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഇടത് കൈ കൊണ്ട് വലത് കാലിന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് സാവധാനം എന്ത് ചെയ്യുക, പുറകോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ കൈയും നമ്മുടെ ഹിപ്പും അതുപോലെ തന്നെ നമ്മുടെ കാലും ഒരേ ലൈനിലായിരിക്കണം. മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. നമ്മുടെ വേസ്റ്റ് റീജിയനെ ട്വിസ്റ്റ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്ങിലായിരിക്കുക. ശേഷം സാവധാനം എക്സ്ഹേൽ ചെയ്തുകൊണ്ട് ഇടത് കൈ സാവധാനം പുറകിലോട്ട് വയ്ക്കുക. വലത് കാല് സാവധാനം നിവർത്തി വീണ്ടും പോസ്ചർ ഇടത് കാലിലോട്ട് ചെയ്യുക. നമ്മൾ അടുത്തതായി ചെയ്യുന്നത് പവനമുക്താസനയാണ്. ഇപ്പോൾ കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. ഈ പവനമുക്താസന പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. കൂടാതെ വേസ്റ്റ് റീജിയനുള്ള അഡിപ്പോസ് ഫാറ്റ് റിമൂവ് ചെയ്തതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഫാറ്റ് അക്യുമുലേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനായിട്ട് ആദ്യം സ്ഥിതി പോസിലായിരിക്കുക. സാവധാനം കിടന്നുകൊണ്ട് വളരെ പതുക്കെ ശ്വാസം മുകളിലോട്ട് എടുത്തുകൊണ്ട് വലതു കാൽ ഉയർത്തുക. ശേഷം വലത് കാൽമുട്ട് മടക്കി രണ്ട് കൈകളും കൊണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് വളരെ പതുക്കെ നമ്മുടെ നെറ്റി കൊണ്ട് കാൽമുട്ടിന് ടച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് ലെഗ് അല്പം ഫ്ലോറിൽ നിന്ന് ഉയർത്തി വയ്ക്കുക. ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് പോസ്ചർ റിലീസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇടത് കാലിലും ചെയ്യുക. സാവധാനം ശ്വാസം മുകളിലോട്ട് എടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കുക. വളരെ പതുക്കെ നെറ്റി കൊണ്ട് കാൽമുട്ടിനെ ടച്ച് ചെയ്യുക. വലത് കാൽ അല്പം ഫ്ലോറിൽ നിന്ന് ഉയർത്തി വയ്ക്കുക. ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് ഹെഡ് റിലീസ് ചെയ്യുക. കൈകൾ റിലീസ് ചെയ്ത് കാലുയർത്തി സാവധാനം കാല് താഴോട്ട് വയ്ക്കുക. ഇനി നമുക്ക് രണ്ട് കാലുകളും ഒരേപോലെ ഉയർത്തി ശ്വാസം മുകളിലോട്ട് എടുത്തുകൊണ്ട് ഉയർത്തുക. കാൽമുട്ട് മടക്കി രണ്ട് കൈകൾ കൊണ്ടും കാല് ഹോൾഡ് ചെയ്ത് വളരെ പതുക്കെ ടച്ച് ചെയ്യുക. ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് രണ്ട് കാലുകളും ഒരേപോലെ ഉയർത്തി വളരെ പതുക്കെ റിലീസ് ചെയ്യുക. നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം. 1 മുതൽ 10 വരെ നമുക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ നോർമൽ ബ്രീത്തിങ്ങിലായിരിക്കുക. നമ്മൾ അടുത്തതായി ചെയ്യുന്നത് സുപ്ത ഉദര കർഷാനാസനയാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് റീജിയൻ ട്വിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിന് ഒരു മസാജ് എഫക്റ്റ് കിട്ടുന്നു. ഇത് നമ്മുടെ പാൻക്രിയാസിൻ്റെ സെക്രേഷൻസിന് അല്ലെങ്കിൽ പാൻക്രിയാസിലെ ഇൻസുലിൻ്റെ സെക്രേഷൻസിനെ കൂട്ടുകയും നമുക്കൊരു പരിധി വരെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കിത് എങ്ങനെ പ്രാക്ടീസ് ആണോ നോക്കാം. ആദ്യം വളരെ സാവധാനം രണ്ട് കാൽമുട്ടുകളും മടക്കുക. വളരെ പതുക്കെ കൈകൾ സ്ലോലി റേസ് ചെയ്ത് ഇൻ്റർലോക്ക് ചെയ്ത് തലയ്ക്ക് പുറം ഭാഗം വയ്ക്കുക. വളരെ പതുക്കെ ശ്വാസം മുകളിലോട്ട് എടുത്തുകൊണ്ട്
വലതു സൈഡ് ബെൻഡ് ചെയ്യുക. 2 കാൽമുട്ടുകളും വളരെ പതുക്കെ നമ്മുടെ ദൃഷ്ടി അല്ലെങ്കിൽ നമ്മുടെ നോട്ടം ഓപ്പോസിറ്റ് സൈഡായിരിക്കണം. നമ്മുടെ തല ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരിക. ഇത് നമുക്ക് 1 to 10 കൗണ്ട് വരെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. വളരെ സാവധാനം എക്സേൽ ചെയ്തുകൊണ്ട് കാല് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. വളരെ പതുക്കെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഇടത്തോട്ട് കൊണ്ടുപോകുക. തല വലതുഭാഗത്തോട്ടും. 1 to 10 കൗണ്ട്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. പതുക്കെ 2 കാലുകളും സ്ട്രെയിറ്റൻ ചെയ്ത് കൊണ്ടുവരിക. തല നേരെയാക്കുക. വളരെ പതുക്കെ കാലുകൾ റിലീസ് ചെയ്യുക. കൈകൾ റിലീസ് ചെയ്യുക. റിലാക്സ്ഡ് ആയിരിക്കുക. അടുത്തത് സേതുബന്ധാസനയാണ്. സേതുബന്ധാസന പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതുപോലെ തന്നെ ഇത് പെൽവിക് റീജിയനിലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു. സോ നമുക്ക് സേതുബന്ധാസന പ്രാക്ടീസ് ചെയ്യാം. സ്ഥിതി പോസ്റ്റിലായിരിക്കുക. വളരെ പതുക്കെ കൈകളും കാലുകളും അടുപ്പിച്ച് പിടിക്കുക. വളരെ പതുക്കെ വലതുകാലും ഇൻഹെയിൽ ചെയ്തുകൊണ്ട് വലതുകാലും ഇടതുകാലും ബെൻഡ് ചെയ്യുക. പതുക്കെ ഹിപ്പ് റേസ് ചെയ്തുകൊണ്ട് സ്ലോലി നമ്മുടെ ഉൾഭാഗം, അത് നമ്മുടെ ഹിപ്പ് മാക്സിമം മുകളിലോട്ട് ഉയർത്തുക. വളരെ പതുക്കെ കഴിവതും നമ്മുടെ കാല് നമ്മുടെ കൈയോട് അടുപ്പിച്ച് പിടിച്ച് കഴിവതും ഈ ഉപ്പൂറ്റിയിലോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കാലകത്തി വയ്ക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് ഈ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 to 10 കൗണ്ട്സിന് ശേഷം സാവധാനം എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് ആദ്യം ഹിപ്പ് റിലീസ് ചെയ്യുക. വളരെ പതുക്കെ ഓരോ കാലുകളും സാവധാനം റിലീസ് ചെയ്യുക. നമ്മൾ അടുത്തതായി പ്രാക്ടീസ് ചെയ്യുന്നത് കപാലപതി പ്രാണായാമയാണ്. അതിനായി നട്ടിൽ നിവർത്തിയിരിക്കുക. ഏതെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്ചറിൽ ഇരിക്കുക. അതിനുശേഷം കൈകളിൽ ചിന്മുദ്ര അഡാപ്റ്റ് ചെയ്യുക. ഷോൾഡറുകൾ മാക്സിമം 2 സൈഡിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ചിന്നൽപ്പം ഉയർത്തി കണ്ണുകൾ അടച്ച് വളരെ സാവധാനം ശ്വാസം മുകളിലോട്ട് എടുക്കുക. ശ്വാസം മുകളിലോട്ടെടുത്ത് ശ്വാസം പുറത്ത് വിടുന്ന സമയം ചെറിയ ചെറിയ എക്സലേഷനായിട്ട് ശ്വാസം പുറത്ത് വിടുക. സ്മോൾ സ്മോൾ സ്ട്രോക്കിംഗ് പോലെ. വീണ്ടും ശ്വാസം മുകളിലോട്ട് എടുക്കുക. വളരെ സാവധാനം. വീണ്ടും ശ്വാസം പുറത്ത് വിടുക. നമുക്കിങ്ങനെ ഒരു 3 to 4 ടൈംസ് വരെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓരോ എക്സലേഷനും ഒരു 20 to 30 സ്ട്രോക്സ് വരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ എന്താ പറയുക ഇൻഹെയിലും എക്സെയിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിഗ്രസ് ആയിട്ടുള്ള എക്സലേഷൻ നമ്മുടെ അബ്ഡോമനിൽ ഒരു ചെറിയൊരു കംപ്രഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പ്രോപ്പറായുള്ള ഒരു ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നു. അതായത് നമ്മൾ നല്ല രീതിയിൽ ശ്വാസം മുകളിലോട്ട് എടുക്കുകയും ശ്വാസം പുറത്ത് വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ സാച്ചുറേഷൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ന്യൂട്രീഷൻസിൻ്റെ അളവും കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ പോയി എത്തുകയും കുറച്ചും കൂടി അതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി അത് ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കപാലപതി പ്രാക്ടീസ് ചെയ്യുന്നത് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ സെക്രീഷൻസ് കൂട്ടുന്നതിനും സഹായകമാണ്.